السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ
ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഓരോ വെള്ളിയാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ച് നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ഈ ഒരു ജീവിതം എന്നുള്ളത് വെറും തിന്നും കുടിച്ചും ആസ്വദിച്ചും സുഖിച്ചും ജീവിക്കാനുള്ളതല്ല എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച, നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നിഅമത്തുകളും ചൊരിഞ്ഞു തരുന്ന, നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കി തരുന്ന റഹ്മാനായ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുക, അറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ ലക്ഷ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ ഇങ്ങനെ അനുസരിച്ച് ജീവിക്കുന്നത് എന്നുള്ളത്. എന്തിനാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കണം? അതിലേറ്റവും പ്രധാനപ്പെട്ട് അതിനുള്ള കാരണം എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം, നീ മനസ്സിലാക്കണം. ഫഅലം, നീ അറിയണം, നീ മനസ്സിലാക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റൊരു ആരാധ്യനില്ല എന്ന് നീ മനസ്സിലാക്കണം, നീ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൽപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ അറിവ് എന്നുള്ളത് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, അവൻ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചാണ്. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ രണ്ടാമത്തെ കാരണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അതിന്റെ ഉദ്ദേശം എന്താണ്, ആ ഒരു ലക്ഷ്യം നിറവേറാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും മനുഷ്യനെയും നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല എന്തിനു വേണ്ടിയല്ലാതെ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിനെ നമ്മൾ ആരാധിക്കണം, അവനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് വെറും ഒരു യാന്ത്രികമായി അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന ആ ഒരു നിലക്കല്ല നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. മറിച്ച് ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുമ്പോൾ, അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് മനസ്സിലാകുമ്പോൾ നമുക്ക് അവനോടുള്ള സ്നേഹം വരുന്നു. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ഭയപ്പാട് വരുമ്പോൾ ആ ഒരു ഭയഭക്തിയോടുകൂടി നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു കഴിവ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെയും അള്ളാഹുവിന്റെ കഴിവ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം മനസ്സിലാക്കി അങ്ങനെ നല്ല സ്നേഹത്തോടുകൂടിയും അതേപോലെ അള്ളാഹുവിനോടുള്ള നല്ല ഭയഭക്തിയോടുകൂടിയും അള്ളാഹുവിനോടുള്ള ആ മഹത്വം മനസ്സിലാക്കി നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഇബാദത്തിന്റെ ആത്മാവ് ഉണ്ടാവുക, ആ ഒരു ഇബാദത്തിന്റെ ലക്ഷ്യം നിറവേറുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തുകൾ അത് ശരിയായ ഇബാദത്തുകളായി മാറുന്നത്. അതിന് ഉള്ള കാരണം നമ്മൾ അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്.
അതേപോലെ മൂന്നാമത്തെ വിഷയം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ പഠിക്കുന്നതോറും നമ്മുടെ ഈമാൻ ശക്തിപ്പെടും. അതോടൊപ്പം നല്ല ഭയഭക്തിയുള്ള നല്ല തഖ്വയുള്ള ആളുകളായി നമുക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാഹുവിനെ കുറിച്ച് അറിവുള്ള ഒരു വിശ്വാസി എന്നുള്ളത് അറിവില്ലാത്ത ഒരു വിശ്വാസി ഒരു മരം പോലെയാണ്. ഏറ്റവും കുടം കാറ്റും എന്ന സന്ദർഭത്തിൽ ആ മരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നത് പോലെയാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ആളുകളുടെ അവസ്ഥ എന്നുള്ളത്. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിച്ച മനസ്സിലാക്കിയ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം എന്നുള്ളത് അതൊരു പർവ്വതം പോലെയാണ്. അത്രയും ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസമായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അവന്റെ അടിമകളിൽ വെച്ച് അല്ലാഹുവിനെ സംബന്ധിച്ച് അറിവുള്ള ആളുകളാണ് എന്ന് ഉലമാക്കളാണ്, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ശരിക്കും ഭയപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, അങ്ങനെ അറിവുള്ള ഇൽമുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുന്നതിൽ പെട്ടതാണ് അവന്റെ സൃഷ്ടിപ്പ് നോക്കിക്കൊണ്ട് ആ അത്ഭുതങ്ങളെ ചിന്തിക്കുന്ന ഭയപ്പെടുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും അതേപോലെ രാത്രിയും പകലും മാറി മാറി വരുന്നതിലും ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന അറിവുള്ള ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. യദ്കുറു അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അങ്ങനെയുള്ള ഇൽമുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ അവർ അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഓർക്കുന്ന ആളുകളാണ്. അങ്ങനെ ആ സൃഷ്ടിപ്പിനെ അവർ ചിന്തിച്ച് മനസ്സിലാക്കി അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനും എത്ര കോടിക്കണക്കിന് ഗ്രഹങ്ങൾ, ബിലിയനും ട്രില്യനുമായിട്ടുള്ള എത്ര വലിയ വലിയ ഗ്രഹങ്ങളും ഗാലക്സികളും, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ. നീ ഇത് എന്തൊരു കാര്യത്തിന്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇതിനെ സൃഷ്ടിച്ചത്. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന് അങ്ങനെ ഇൽമുള്ള അറിവുള്ള ആളുകൾ പ്രാർത്ഥിക്കുമെന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാരുണ്യത്തിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടാകും. ഒരിക്കലും നമുക്ക് നിരാശ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പ്രവാചകരെ, എന്റെ അടിമകളോട് നീ പറഞ്ഞു കൊടുക്കുക, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ദേഹത്തോട് അതിക്രമം ചെയ്ത, തെറ്റുകൾ കൂടുതലായി ചെയ്ത എന്റെ അടിമകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ റഹ്മത്തിനെ സംബന്ധിച്ച്, എന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് അവരോട് നിരാശപ്പെടേണ്ടതില്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പാപങ്ങളെയും പുറത്തു കൊടുക്കുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് പ്രവാചകരെ എന്റെ അടിമകളോട് നീ പറഞ്ഞു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, അല്ലാഹു അങ്ങേയറ്റ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളിൽ മുഴുകുന്ന ആളുകളായതുകൊണ്ട് തന്നെ ആ ഒരു അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്, അല്ലാഹു കരുണാനിധിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അവനക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി, ഇന്ന റഹ്മതി ഗലബത് ഗളബി, തീർച്ചയായും എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കോപത്തിന്റെ മേലെയാണ് റഹ്മത്ത് എന്നുള്ളത്. അല്ലാഹു ദേഷ്യപ്പെട്ടാലും ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദേഷ്യം ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നൽകി അവർ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനോടുള്ള പ്രതീക്ഷ നമുക്ക് കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ പഠിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം എന്നുള്ളത്, തൗഹീദ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുന്ന, എല്ലാ അനുഗ്രഹങ്ങളും വാരികോരി തരുന്ന ആ റഹ്മാനായ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നേർച്ചകളും, എല്ലാ വഴിപാടുകളും, അതേപോലെ ഇബാദത്തിന്റെ ആരാധനയുടെ എന്തെല്ലാം ഇനങ്ങളുണ്ടോ അതെല്ലാം റഹ്മാനായ റബ്ബിന് മാത്രം നൽകുക എന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, ഓ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെയും അതേപോലെ വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള ജനങ്ങളെയും സൃഷ്ടിച്ച ആ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള നല്ല ഭയഭക്തിയുള്ള ആളുകളായി തീരാൻ. ആരാണവൻ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ. അതേപോലെ വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽപ്പരയാക്കി തന്നവൻ. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് നൽകിയ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അങ്ങനെ നിങ്ങൾക്ക് സസ്യങ്ങളും ഫ്രൂട്ട്സുകളും നിങ്ങൾക്ക് ഭക്ഷണം നൽകിയ, റിസ്ക് നൽകിയ ആ റഹ്മാനായ റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, അതുകൊണ്ട് തന്നെ ഇതെല്ലാം നൽകിയത്, നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതും എല്ലാ അനുഗ്രഹവും നൽകുന്നതും അല്ലാഹുവാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷവും നിങ്ങൾ അവനോട് പങ്കു ചേർക്കാൻ പാടില്ല, അവനക്ക് സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. ഔലിയാക്കളെയും അതേപോലെ നബിമാരെയും അമ്പിയാക്കളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവർക്ക് നേർച്ചകളും വഴിപാടുകളും നൽകുന്ന, മക്ബറകളിലേക്ക് പോയി അവരോട് പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന ആ റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്നുള്ള ആ ഒരു തൗഹീദിന്റെ ആ ഒരു ഇൽമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമത്തത്, അവന്റെ ഉന്നതമായ നാമങ്ങളും ഗുണവിശേഷണങ്ങളും നമ്മൾ പഠിക്കണം എന്നുള്ളത്. അള്ളാഹുവിന് ധാരാളം ഉന്നതമായ നല്ല നല്ല നാമങ്ങളുണ്ട്. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം അള്ളാഹു സമീഅാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു ബസീറാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അതേപോലെ അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, അവന്റെ അറിവ് നമ്മുടെ കൂടെയുണ്ട്, അവന്റെ കാഴ്ച നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹുവ മഅകും ഐനമാ കുൻതും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെയാണ്. അവന്റെ അറിവിലൂടെ, അവന്റെ കാഴ്ചയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളം അല്ലാഹുവിന്റെ നാമങ്ങൾ പറയുന്നുണ്ട്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനാകുന്നു അല്ലാഹു, അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. ഹുവ ആലിമുൽ ഗൈബി വശഹാദ, അതായത് അദൃശ്യവും ദൃശ്യവും ഒരുപോലെ അറിയുന്നവനാകുന്ന അവൻ. ഹുവർ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമാകുന്നു. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്, അവൻ രാജാവാകുന്നു. അൽ ഖുദ്ദൂസ്, അവൻ പരമപരിശുദ്ധനാണ്. അസ്സലാം, അവൻ സമാധാനം നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ. അതേപോലെ അൽ മുഅ്മിനു അൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, അവൻ മേൽനോട്ടം വഹിക്കുന്നവനും പ്രതാപിയും പരമാധികാരിയും മഹത്വമുള്ളവനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഇസ്മുകൾ മനോഹരമായി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു, അവനാകുന്നു ഖാലിഖ്, സൃഷ്ടാവ്, നിർമ്മാതാവ്, അതേപോലെ രൂപം നൽകുന്നവൻ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനക്ക് ധാരാളം ഇസ്മുകളുണ്ട്, നല്ല നല്ല ഇസ്മുകൾ, നാമങ്ങൾ അവനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടത് അല്ലാഹുവിന്റെ ആ നാമങ്ങളിലൂടെയാണ്, അവന്റെ ഗുണവിശേഷങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്. മിഅത ഇല്ല വാഹിദൻ, 100 അതിൽ ഒന്ന് കഴിച്ചാൽ 99 നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 ഉണ്ട്, അതിലും കൂടുതലുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രാധാന്യമുള്ള നാമങ്ങൾ 99 ആണ്. അതില് മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് കണക്കാക്കി പഠിച്ചാൽ ആ 99 നാമങ്ങളും കൃത്യമായി ഒരാൾ മനഃപ്പാഠമാക്കുകയും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിച്ച് ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും അവന്റെ ഗുണവിശേഷണങ്ങളും നമ്മൾ പഠിക്കുക, അല്ലാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ സമാധാനമുണ്ടാകും. അവരുടെ ജീവിതം നല്ല സമാധാനമുള്ള, നല്ല ശാന്തിയുള്ള, നല്ല ലക്ഷ്യം ബോധമുള്ള നല്ലൊരു ജീവിതമായി മാറുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുവാനും അവനനുസരിച്ച് ജീവിക്കുവാനുമുള്ള അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ ശരിയായ രൂപത്തിൽ അറിയുവാനും അവനെ സ്നേഹിക്കുവാനും അവനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അവന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على آله وصحبه وسلم تسليما كثيرا. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ആ റഹ്മാനായ റബ്ബിനെ മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ അവന്റെ സംസാരമായ പരിശുദ്ധ ഖുർആൻ, നമ്മുടെ കൈകളിലുള്ള ആ ഒരു പരിശുദ്ധ ഖുർആൻ, അതിന്റെ അർത്ഥം സഹിതം അതിലെന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് എന്നുള്ള ആ ഒരു രൂപത്തിൽ നാം അള്ളാഹുവിനോട് സംസാരിക്കുന്നു, അള്ളാഹുമായി സംഭാഷണം നടത്തുന്നു എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ആ ഖുർആനിലൂടെ എന്താണ് പറയുന്നത് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ആ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും അതിന്റെ അർത്ഥമറിഞ്ഞ് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും. അപ്പോൾ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. അതേപോലെ രണ്ടാമത്തെ വിഷയം എന്നുള്ളത് അസ്മാഉൽ ഹുസ്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ കൃത്യമായി അതിന്റെ അർത്ഥവും ആശയവും പഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ധാരാളം ക്ലാസ്സുകളും നമുക്ക് സൗകര്യമനുസരിച്ച് അതിനെ പഠിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത കൂടി നമുക്ക് ഉണ്ടാകണം. കാരണം അതിനുള്ള സൗകര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു അള്ളാഹുവിന്റെ നാമം, ഗുണവിശേഷണങ്ങൾ അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കണം. അതേപോലെ മൂന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തെ കുറിച്ച്, ആ പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അവന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കി അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത്, അവന്റെ കഴിവും അവന്റെ മഹത്വവും നമ്മൾ അതിലൂടെ മനസ്സിലാക്കുക എന്നുള്ളത്. അതേപോലെ
അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഖുർആനും ഹദീസും ഉൾക്കൊള്ളുന്ന വിജ്ഞാന വേദികളിൽ അങ്ങനെയുള്ള ക്ലാസുകളിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ടോ അതിലെല്ലാം പൂർണ്ണമായും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ജീവിതം അത് നമുക്ക് ജീവൻ നൽകിയ ആ റബ്ബിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അറിയുക, ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്നുള്ളത് നമ്മളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ആ റഹ്മാനായ റബ്ബിനെ പഠിക്കാതെയാണ് നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നതെങ്കിൽ അതിനേക്കാളും വലിയ നഷ്ടം വേറെ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മുടെ കച്ചവടത്തിനെ സംബന്ധിച്ചും എഡ്യൂക്കേഷൻ, നമ്മുടെ മറ്റു വിദ്യാഭ്യാസങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഈ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയാണ് അത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച ആ റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് സമയമില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ പഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിലും നാളെ പരലോകത്തിലും സന്തോഷവും സമാധാനവും ലഭിക്കുക. അതേപോലെ അവന്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാവുക, അതേപോലെ അവന്റെ പരലോകവും സുരക്ഷിതമാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല, എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നുവോ, എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ, അത്രത്തോളം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗലോകത്ത് ഏറ്റവും വലിയ അള്ളാഹുവിലേക്ക് അടുത്ത ഏറ്റവും വലിയ സ്ഥാനത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറയുന്നത്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആരാണോ അല്ലാഹുവിനെ അനുസരിക്കുന്നത്, അവന്റെ പ്രവാചകനെ അനുസരിക്കുന്നത്, فأولئك مع الذين أنعم الله, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച അവരുടെ കൂട്ടത്തിലായിരിക്കും. ആരാണ് അവർ? മിനൻ നബിയ്യീൻ, പ്രവാചകന്മാരുടെ കൂടെ, വസിദ്ദീഖീൻ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയ വലിയ ദറജകളിലായിക്കൊണ്ട് അവർ ജീവിക്കുമെന്ന്, അവർ അങ്ങനെയുള്ള സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്ന ആ റഹ്മാൻ റബ്ബിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ഈ ജീവിതത്തെ, ഈ ആയുസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരാരോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് മാനസികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി നല്ല സമാധാനമുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും നാളെ പരലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل لنا من كل هم فرجا ومن كل ضيق مخرجا ومن كل بلاء عافية. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.